ഹായ് ഗൈസ്, ഞാൻ കുറേ നാളെ വിചാരിക്കുന്നുണ്ട് ഈ മുടിയിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കണം. അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ പെങ്ങളും അളിയനും കൂടെ ഹെയറിൽ കളർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത്. ആ ബേക്കിലൂടെ പോയത് ചേച്ചിയാണ്. ചേച്ചി റെഡിയാകാൻ പോയിട്ടാണ് വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി പറഞ്ഞു ഞാനൊന്ന് റെഡിയായിട്ട് തരാം. ഓക്കെ, അളിയന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അളിയന് ഇപ്പോൾ എത്തും. ഇടാൻ വേണ്ടിയിട്ടാണ് മിസ്റ്റർ. നിങ്ങൾ എപ്പോഴാണ് വരുന്നത്? പറയണ്ട ഗൈസ്, കളർ ചെയ്തിട്ട് നമ്മള് പറഞ്ഞുതരാം. അപ്പൊ ഏച്ചാണ് നമ്മളെ കളർ ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മള് കളർ ചെയ്യാൻ പോവാണ്. അപ്പൊ ഏച്ചിയാണ് കളർ ചെയ്യാൻ പോകുന്നത്. അളിയനുണ്ട്. അപ്പം എന്നാ തുടങ്ങിക്കൂടെ? തുടങ്ങാൻ പോവാണ്. ആദ്യം നമ്മൾ ഏത് കളർ അടിക്കാൻ പോകുന്ന ചേച്ചി? ഇത് വാങ്ങിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മള് കൊറേ കാലമായി ഒരു ചേഞ്ച് വേണമെന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്നത്. അതെ. അപ്പൊ ഇന്നലെ പോയി ഏച്ചി ഹെയർ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അളിയനും ഞാനും ഇന്നിങ്ങോട്ട് വരുമോ ദയവേറ്റ്? ഏച്ചിയും കൂടെയാണ് കളർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ കളർ ചെയ്യുന്നത് ഫുൾ വീഡിയോ നമ്മൾ കാണിച്ചു തന്നെയാണ്. ഇങ്ങനെയല്ല, അതിൻ്റെ അകത്ത് കണ്ട് നമ്മളെ ഹെയറിലടിക്കും വേറെ കളർ വരിക. ആടെ ഇരിക്കട്ടെ. അപ്പൊ ഇതാരെ പിടിക്കാൻ? ഞാൻ പിടിക്കണം. ഓക്കെ ഗൈസ്, നമ്മളിപ്പോ ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാന്ന് വെച്ചില്ല. ഇതെല്ലാം ഞാൻ നിങ്ങൾ തന്നെ കാണൂല. ബൈ എടുത്തോണ്ടാ അതിൻ്റെ തിരിക്കാൻ പറ്റില്ലല്ലേ? കഷ്ടപ്പെടാം. നമ്മളടുത്ത് കളർ മിക്സ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഗൈസ് പറയണ്ടല്ലേ? അപ്പൊ നമ്മള് കളർ മിക്സ് ചെയ്തോണ്ടിരിക്കാണ്. 1/4 പോർഷൻ വെച്ചിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ 1/4 പോർത്ത് വെച്ചിട്ട് ഞാൻ ഇതിന്റെ കളർ എടുത്തിട്ടുണ്ട്. 1/4 ഓക്കെ, ഇത് ക്ലോസ് ചെയ്തു. ഇനി അടുത്ത ഡെവലപ്പർ വന്നിട്ട് ഡെവലപ്പറും അതേ പോർഷൻ 1/4 എടുക്കണം. പിന്നെ അളവ് എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ട്. അളവ് എങ്ങനെ എടുക്കാം? 1/4 ശരിയോ? എന്താ ഒഴിക്കുന്നതല്ല. 1 2 ഓക്കെ. മിക്സാക്കി നോക്കാം. മിക്സാക്കിയിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ വാങ്ങിയില്ല. ബ്ലൗസും ഇല്ല. അതെ ബൈ, എല്ലാം പറയണ്ടേ? ഒന്നും പറഞ്ഞിട്ടില്ല. ടിഷ്യൂ പേപ്പർ ഇവിടെ ഇല്ലല്ലോ. ബി ടിഷ്യൂ മിക്സ് ചെയ്യാം. ഞാൻ ടിഷ്യൂ എടുത്തിട്ടാണ്. ആദ്യം നമ്മൾ 3 ആൾക്കാരും കൂടെ ചെയ്യാന്നാണ് തീരുമാനിച്ചത്. അപ്പോൾ ഇവര് കളറ് ശരിക്കും നമുക്ക് ഏത് കളറാന്ന് അറിയില്ല. അപ്പൊ ഇവരാണ് ഇപ്പം പറയുന്നത് അതെ അതെ. അപ്പം ഇവരിപ്പം പറയുന്നത് എൻ്റെ ഹെയറിൽ എക്സ്പെരിമെന്റ് ചെയ്തതിന് ശേഷം നാളെ ഇവരെ രണ്ടാളെ ഹെയറിൽ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ കളറ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നല്ലതുപോലെ മിക്സ് ചെയ്യണം. നന്നായി കലക്കി എടുക്കുന്നുണ്ട്. അളിയൻ എന്തോ എടുത്തിട്ട് വരുന്നുണ്ട്. ടിഷ്യൂ പേപ്പർ ഓൺ വേണ്ട.
ഇവർ രണ്ടാളും കൂടി എൻ്റെ തലയിൽ ഒരു താജ്മഹൽ പണിയാൻ പോകുന്ന പരിപാടിയാണ്. ഇനി തലയിലൊരു താജ്മഹൽ. ഈടെ ഇങ്ങനെ 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 ആ നമ്മളിപ്പോൾ ഇങ്ങനെ മുടി ഇങ്ങനെ ഇട്ടാലില്ലേ ഇവിടെ ഇങ്ങനെ 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 ചെറുങ്ങനെ ചെറുങ്ങനെ ഇതാവുന്നത്. സ്ട്രീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയാണോ ഇങ്ങനെയാണോ? ആടെ അങ്ങനെ ചെയ്യണ്ടല്ലോ. ഇവിടെ ഓരോ ഫുൾ ഇങ്ങനെ ചെയ്യണ്ട, റൂട്ട് ചെയ്യാണ്ട് ഇവിടെ ഇങ്ങനെ ചെയ്യുന്നില്ല. അതിന് താഴെ നിർത്തിട്ട് ഇങ്ങനെ ഓരോ പോർഷൻ ആയിരിക്കും ചെറിയത്. കളർ ചേഞ്ച് ആയി വരുന്നുണ്ട്. ഇതൊക്കെ ഉണ്ട്. അലൂമിനിയം ഫോയിൽ. ആയാ ഒരു ഹെൽപ്പ് ചെയ്യുക. ഓൾറെഡി ഇവിടെ ചെയ്തത് കാണുന്നുണ്ടല്ലേ. ഇത് ഇവിടെ ഇത് നോക്ക്, ഇവിടെ മാത്രം ഉണ്ട് അന്ന് ചെയ്ത്. എത്ര ലെയർ വേണം? അത് നോക്കാം. മുടി ഇങ്ങനെ എടുത്തിട്ടേ അത് കീറി വെക്കട്ടെ. ഇടുന്നുള്ളിൽ സ്റ്റാർട്ട് ചെയ്യണ്ടേ? മുന്നേ ഫ്രൈ ചെയ്ത് കൊടുക്കും. ഒന്നും വരുന്നില്ലല്ലോ ചേച്ചി. ഇത് റോസ്മേരിന്റെയാ? നല്ല ഒരു സ്മെല്ലുണ്ടല്ലോ അങ്ങനെ. രണ്ട് കുപ്പിയുണ്ട്. ആ ഞാൻ ഈര ഒഴിച്ച് വെക്കല് മറ്റേതാണ് പടത്ത്. ഓ വണ്ടി പോകുന്നതിന്റെ ഇതുണ്ടാവുമല്ലോ, ഡിസ്റ്റർബൻസ് അല്ലേ? അത് കുഴപ്പമില്ല. അത് നമ്മുടെ വ്യൂവേഴ്സ് വന്ന് സഹിച്ചോളും. കുറച്ച് തുണിയുണ്ടെങ്കിലുള്ള ടീഷർട്ട് ഇട്ട് കൊടുക്കുന്നത്. ആണോ? ഇതായ കുഴപ്പമില്ല, ഇത് ഞാൻ ജിമ്മിലിടുന്നേ. നിങ്ങൾ വിചാരിക്കും ഇത് ഈ ബോട്ടിൽ നിന്ന് അടിച്ചിട്ട് വെള്ളമായതാണ്. അല്ല ഗൈസ്, ഇത് ഞാൻ പോയിട്ട് എൻ്റെ തല നനച്ചതാണ്. നിങ്ങൾ രണ്ടാളും കൂടി ഇവിടെ ഒരു ബോർഡ് വെച്ചോ. സാക്കി വെക്കണം കേട്ടോ ഇങ്ങനെ. ചേട്ടാ ചേച്ചി വയലറ്റ് കളറായിരിക്കും ഉണ്ടാവുക, ചുവപ്പല്ല? ഇത് കലക്കി കഴിഞ്ഞപ്പോൾ ഒരു വയലറ്റ് കളറായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവർ പറയുന്നത് ഇത് ചോപ്പ് തന്നെ അറിയില്ല. വീടിന് കുറെ ഒഴിവുണ്ടല്ലോ. താഴെ വരില്ലേ മേലെയുള്ള മുടി? അടുത്ത ലെയർ അടിയിലും വരും. ഇല്ല അല്ല, ഈ മുടി താഴെ വരില്ലേ? ഓ അങ്ങനെ കാണും. നമുക്ക് രണ്ടാക്കും കൂടി സ്പാന്റെ ക്രീം
ഇല്ല. കളർ ചെയ്യുന്നതിന് വിഷയമൊന്നുമില്ല. നമുക്ക് രസമില്ലെങ്കിൽ പിന്നെ പോയില്ലേ. അങ്ങനെ നമ്മളെ ഹെയറിന് ഡാമേജ് ആവുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഏച്ചി മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അടിപൊളിയായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിന്ന് ഞാനും ബ്ലീച്ചിലാണല്ലേ കളർ ചെയ്യല്. അളിയനും അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ കളർ ചെയ്ത് കഴുകിയിരിക്കുകയാണ്. ഇതാ കളർ ചെയ്തിട്ട് ഇങ്ങനെയാണ് കളർ വന്നിട്ടുള്ളത്. ഇത് കഴിഞ്ഞിപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആയാലേ കറക്റ്റ് കളർ മനസ്സിലാവും.